രാവിലെ 6:45 തന്നെ ഞങ്ങൾ മഡ്ഗൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ചു. നല്ല തണുപ്പുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. മനോഹരമായിരുന്നു ആ കാഴ്ച. സൗത്ത് ഗോവയിലെ ഏറ്റവും അറ്റത്തെ ബീച്ചായ ഗാൾഗിബാഗ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. മഡ്ഗൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഗാൾഗിബാഗിലേക്ക്. ഗോവയിലെ മറ്റു ബീച്ചുകൾ പോലെ തിരക്കുള്ളതല്ല ഗാൾഗിബാഗ ബീച്ച്. ഒലിയുരുട്ടിലി കടലാമകളുടെ നെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് ഗാൾഗിബാഗ ബീച്ച്, അതായത് മുട്ടയിടുന്ന സ്ഥലം. അതിനാൽ തന്നെ കടലിലെ മറ്റു വിനോദങ്ങൾക്ക് ഇവിടെ പരിമിതികളുണ്ട്. ബീച്ചിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ വല കൊണ്ട് വേലികൾ പോലെ കെട്ടിവെച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഇവിടെയാണ് മുട്ടകൾ സൂക്ഷിക്കുന്നത്. ഓരോ കൂട്ടിലും മുട്ടകൾ ലഭിച്ച തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തമായ വൃത്തിയുള്ള ബീച്ചാണ് ഗാൾഗിബാഗ. വിരലിലെണ്ണാവുന്നത്ര ആളുകൾ മാത്രം. രാവിലെ ആയതുകൊണ്ടാകും. കടലിലെ കാഴ്ചകൾ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോകളും വീഡിയോകളും എടുത്ത് ഞങ്ങൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് യാത്രയായി. ഗാൾഗിബാഗിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലത്തിലുള്ള പ്രശസ്തമായ പാലോലം ബീച്ചിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്. അവിടെ ചെന്ന് സ്കൂട്ടർ പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് ഇറങ്ങി. 50 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ധാരാളം ആളുകൾ അവിടെ കുളിക്കുന്നുണ്ട്. കയാക്കിംഗ്, ബോട്ടിംഗ് തുടങ്ങിയ പല വിനോദങ്ങളും അവിടെയുണ്ട്. അതൊക്കെ പലരും ആസ്വദിക്കുന്നുമുണ്ട്. പാലോലം ബീച്ചിൽ നിന്നും ടർട്ടിൽ റോക്ക്, ഹണിമൂൺ ബീച്ച്, ബട്ടർഫ്ലൈ ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബോട്ടിംഗ് ഉണ്ട്. അത് നടത്തിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്നാൽ എന്തോ തദ്ദേശീയ ഉത്സവം കാരണം അന്ന് ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ കയാക്കിംഗ് ചെയ്തു. ആ സമയം ഫോൺ വണ്ടിയിൽ വച്ചതിനാൽ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കയാക്കിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും വിശപ്പ് പിടിമുറുക്കിയിരുന്നു. ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. ഒരു ഫ്രഷ് ജ്യൂസ്, കോഫി, എഗ് ഓംലെറ്റ്, 2 ബ്രെഡ്, പൊട്ടറ്റോ കൊണ്ടുള്ള എന്തോ ഒന്ന്, പിന്നെ ബട്ടർ. അത്രയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് തരക്കേടില്ലായിരുന്നു. കഴിച്ചതിന് ശേഷം ഞങ്ങൾ അഗോണ്ട ബീച്ചിലേക്കാണ് പോയത്. 2 സൈഡിലും ഷോപ്പിങ്ങിന് ആവശ്യമായ കടകളുണ്ട്. പാലോലം ബീച്ചിൽ നിന്ന് അരമണിക്കൂറോളം യാത്രയുണ്ട് അഗോണ്ട ബീച്ചിലേക്ക്. ബീച്ച് കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. നട്ടുച്ചയാകാറായപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ബീച്ചിലെങ്ങും ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. അതികഠിനമായ ചൂടും. വളരെ കുറച്ചു നേരം മാത്രമാണ് ഞങ്ങൾ അവിടെ ചിലവഴിച്ചത്. അഗോണ്ട ബീച്ചിൻ്റെ പുറകുവശത്തുള്ള ബാക്ക് വാട്ടേഴ്സിലും കയാക്കിങ്ങും ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. നേരത്തെ കയാക്കിംഗ് ചെയ്തിരുന്നാൽ ഞങ്ങൾ അവിടെ ഒരു ആക്ടിവിറ്റിയും ചെയ്തില്ല. അല്പനേരത്തിന് ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് തിരിച്ചു. ശരിക്കും ഞങ്ങൾ അടുത്തതായി പോകാൻ ഉദ്ദേശിച്ചിരുന്നത് കബോഡിറാമ ഫോർട്ടിലേക്കായിരുന്നു. എന്നാൽ ഇവിടെ അടുത്താണ് കോല ബീച്ച് എന്നറിഞ്ഞപ്പോൾ അവിടെയും ഒന്ന് പോയേക്കാമെന്ന് കരുതി. ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലത്ത് നിന്നും താഴേക്കും കുറേ ദൂരം സ്കൂട്ടറിൽ പോകണം കോല ബീച്ചിലെത്താൻ. വഴി മുഴുവൻ പൊടിമണ്ണാണ്. ടാറിംഗ് ഇല്ല. കോല ബീച്ച് എത്തിപ്പെടാൻ നന്നായി കഷ്ടപ്പെട്ടു. അവിടെ എത്താനുള്ള തത്രപ്പാടിനിടെ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തേയില്ല. വളരെ വ്യത്യസ്തമായൊരു ബീച്ചാണ് കോല ബീച്ച്. കടലിൻ്റെ ഒരു ഭാഗത്തിന് ചുവന്ന നിറമാണ്. ബീച്ചിലേക്ക് നീണ്ട് ധാരാളം റിസോർട്ടുകളും കോട്ടേജുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം കാണാം. ഫോട്ടോ എടുക്കാൻ പറ്റിയ മനോഹരമായ ഭാഗങ്ങളുണ്ട് ഈ ബീച്ചിൽ. വിദേശികളാണ് ഇവിടെ കൂടുതൽ. ഈ ബീച്ചിലും കയാക്കിംഗ് ഉണ്ട്. കുറച്ച് പേർ അതൊക്കെ ചെയ്യുന്നുമുണ്ട്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കടൽ തീരത്ത് ആരോ കല്ലും മണ്ണും എല്ലാം പറക്കുന്നത് കണ്ടു. പരിചയമുള്ള കുപ്പായം. അതെ, ശില്പ തന്നെ. ഈ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് കല്ലും മണ്ണും പറക്കാൻ അവൾക്കേ പറ്റൂ. ഇനി കബോഡിറാമ ഫോർട്ടിലേക്ക്. 1760കളിലാണ് പോർച്ചുഗീസുകാർ കബോഡിറാമയുടെ നിയന്ത്രണം നേടിയത്. കോട്ടയ്ക്കുള്ളിലെ ചാപ്പൽ ഇപ്പോഴും ഉപയോഗത്തിലുണ്ടെങ്കിലും കോട്ടയുടെ പല ഭാഗങ്ങളും ഇന്ന് ഭാഗികമായി തകർന്ന നിലയിലാണ്. കബോഡിറാമയിലേക്ക് എൻട്രി ഫീ ഇല്ല. കോട്ടയുടെ മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഈ കോട്ടയ്ക്കുള്ളിലൂടെ തന്നെ പെബിൾ ബീച്ചിലേക്കും എത്താം. നല്ല വെയിലായിരുന്നു. കുറച്ചധികം നേരം കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നു. ഉച്ചഭക്ഷണം കഴിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഗോവൻ താലിയും ഷേക്കും കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. അടുത്തതായി ഞങ്ങൾ പോയത് കോൾവ ബീച്ചിലേക്കാണ്. കബോഡിറാമയിൽ നിന്നും 33 കിലോമീറ്റർ ദൂരമുണ്ട് കോൾവ ബീച്ചിലേക്ക്. നല്ല വഴിയായിരുന്നു. നമ്മുടെ നാട്ടിലെ പല ബീച്ചുകളെ ഓർമ്മിപ്പിച്ചു കോൾവ ബീച്ച്. ഈ ബീച്ചിൽ കൂടുതലും സ്വദേശികളാണ് കണ്ടത്. കുറേ ആളുകൾ കടലിലേക്ക് ഇറങ്ങി കുളിക്കുന്നുമുണ്ട്. കോൾവയിൽ നിന്നും ഞങ്ങൾ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ക്ലോക്ക് റൂമിൽ നിന്നും ബാഗുകൾ എടുത്തു. അടുത്ത ലക്ഷ്യസ്ഥാനം ഡോണാപോള ബീച്ചാണ്. അവിടെ സൺസെറ്റ് കാണണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 39 കിലോമീറ്റർ ദൂരമുണ്ട് ഡോണാപോള ബീച്ചിലേക്ക്. ശരിക്കും ഇതൊരു വ്യൂ പോയിൻ്റ് പോലെയാണ്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം സൺസെറ്റ് കാണുക എന്ന് തന്നെയായിരുന്നു. ഇവിടെയും സ്വദേശികളായിരുന്നു കൂടുതൽ. അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ നോക്കി ധാരാളം ആളുകൾ നിൽക്കുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും സൂര്യൻ അസ്തമിക്കാനുള്ള ഭാവമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യനൊരു മേഘം വന്നു മൂടി. എല്ലാവരും നിരാശരായി. സമയം വൈകിയിരിക്കുന്നു. ഞങ്ങൾ സ്റ്റേ തിരഞ്ഞെടുത്തിരുന്നത് ബാഗ ബീച്ചിനടുത്തായിരുന്നു. ഏകദേശം 1 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. ഡോണാപോള ബീച്ചിൽ നിന്നും ശില്പയ്ക്ക് ഒരു തൊപ്പി വാങ്ങി. ശേഷം ഞങ്ങൾ ബാഗയിലേക്ക് യാത്രയായി. നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. ബാഗയിലേക്കുള്ള വഴി നല്ലതായിരുന്നു. വലിയ പാലങ്ങളും മനോഹരമായ വഴിയോര കാഴ്ചകളും. പോകുന്ന വഴി ഞങ്ങൾ കപ്പലിലെ കാസിനോകൾ കണ്ടു. 8 മണിയോടെ ബാഗ ബീച്ചിനടുത്തുള്ള ഞങ്ങളുടെ സ്റ്റേയിലെത്തി. തരക്കേടില്ലാത്ത റൂമായിരുന്നു.
ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷ് ആയതിനു ശേഷം 9:00 കൂടി ഞങ്ങൾ ബാഗ ബീച്ചിലേക്ക് നടന്നു. താമസ സ്ഥലത്ത് നിന്നും ഏകദേശം 2 മിനിറ്റ് മാത്രമേ ബീച്ചിലേക്കുള്ളൂ. ബീച്ച് ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. ധാരാളം ആളുകൾ, മ്യൂസിക്, ഡാൻസ്, ഭക്ഷണം എല്ലാം തകൃതിയായി നടക്കുന്നു. ഞങ്ങളും ഒരു ബീച്ച് ഷാക്കിൽ പോയിരുന്നു. കടൽ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. തിരിച്ച് റൂമിലെത്തി. ഇന്നൊരു നീണ്ട യാത്രയായിരുന്നു. അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളും ചെറുതായി പ്ലാൻ ചെയ്തു കിടന്നുറങ്ങി.